എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ മഹാദളം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് പൂരം മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം. നമ്മുടെ നാട്ടിൽ പ്രധാനമായും 2 ദേവീക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രവും ഒന്ന് ഈ പറയുന്ന മഹാദളം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവും. വർഷങ്ങളായി ഈ 2 ക്ഷേത്രങ്ങളിലും തുടർച്ചയായി നടത്തപ്പെട്ടു വരുന്ന ഒരു ഉത്സവമാണ് പൂരോത്സവം. പൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആരാധിച്ചു വരുന്ന ആരാധനാ മൂർത്തിയാണ് കാമൻ. 7 ദിവസങ്ങളിലായാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ നടന്നു വരുന്നത്. 3 ദിവസം ചാണകം കൊണ്ടുള്ള കാമനെയും 4 ദിവസം മണ്ണുകൊണ്ടുള്ള കാമനെയുമാണ് നിർമ്മിക്കുക. ഈ പൂരത്തിൻ്റെ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കാമന് വെള്ളവും പൂവും കൊടുത്ത് ആരാധിച്ചു വരികയാണ് പതിവ്. പൂര ദിവസം കാമനെ പാലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടാക്കുകയാണ് പതിവ്. കൂടാതെ അന്നേ ദിവസം അരി, തേങ്ങ, വെള്ളം എന്നിവ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ അട തയ്യാറാക്കി കാമനെ കൊണ്ടാക്കുന്നതിനോടൊപ്പം പാലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും പൂരോത്സവം ആഘോഷിച്ചു വരുന്നു. ഹിന്ദു പുരാണങ്ങളിൽ കാമദേവനെ സ്നേഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ദൈവമായി കണക്കാക്കുന്നു. 2 വ്യക്തികളെ പ്രണയത്തിൽ ഒരുമിച്ച് കൊണ്ടുവരികയും ഹിന്ദു വിവാഹങ്ങളിൽ അവനെ ഒരു പ്രധാന ദൈവമാക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പങ്ക്. അവൻ സൗന്ദര്യത്തിൻ്റെ ദൈവം കൂടിയാണ്. സർഗാത്മകതയും പ്രചോദനവും നൽകി അവരെ അനുഗ്രഹിക്കുന്നതിനായി കലാകാരന്മാരും സംഗീതജ്ഞരും പലപ്പോഴും വിളിക്കാറുണ്ട്. ആളുകളുടെ ഹൃദയത്തിൽ സ്നേഹവും ആഗ്രഹവും ജ്വലിപ്പിക്കാനുള്ള ശക്തി കാമദേവനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 വ്യക്തികൾക്കിടയിൽ ശക്തമായ ഒരു ആകർഷണം സൃഷ്ടിക്കാനും ആഴത്തിലുള്ള വൈകാരിക ബന്ധം വളർത്തിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. ഏറ്റവും കർക്കശക്കാരും തണുത്ത മനസ്സുള്ളവരുമായ വ്യക്തികളുടെ ഹൃദയങ്ങളെ പോലും മാറ്റാൻ കാമദേവന് കഴിയുമെന്ന് പറയപ്പെടുന്നു. 7 ദിവസം കാമന്റെ രൂപം നിർമ്മിക്കും. 3 ദിവസം ചാണകം കൊണ്ടും 4 ദിവസം മണ്ണുകൊണ്ടുമാണ് കാമനെ നിർമ്മിക്കുക. ഉച്ചയ്ക്കും വൈകിട്ടും പൂവിടുകയും വെള്ളം കൊടുക്കുകയും ചെയ്യും. പൂര ദിവസം കാമനെ പാലുള്ള മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കാമന് വെള്ളം, തേങ്ങ, അരി എന്നിവ ചേർത്ത് അട തയ്യാറാക്കി പാലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ വെക്കും. മുതിർന്ന സ്ത്രീകൾ ചില ചൊല്ലുകൾ പറയും. നേരത്തെ കാലത്തെ വരണേ കാമ, തെക്കൻ ദിക്കില് പോലെ കാമ, തെക്കൻ ദിക്കില് പോലെ കാമ, തെക്കത്തി പെണ്ണ് ചതിക്കേ കാമ, ഈന്തോല ചുട്ടുകരിക്കേ കാമ. ഈ സന്തോഷത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും നമുക്ക് ശിനുവാട്ടം പറഞ്ഞു തരും. തുടർന്ന് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് വിധത്തിലാണ് നമ്മൾ അതിൻ്റെ പുറകിൽ പോകേണ്ടത്, അതിൻ്റെ ഭാഗമാക്കേണ്ടത്, അതും കൂടെ അറിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാമനെ യാത്രയാക്കാം. ഏത് ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കും. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം ഇവിടെ ഇത്രപ്പാട് ആൾക്കാരുണ്ട്. ഇതിൽ ആർക്കെങ്കിലും എന്താണ് പൂരം, ആരാണ് കാമൻ അറിയോ? ഒന്ന് കൈവെക്കോ?
ഉണ്ട് മഹേഷ്. ഇതാണ് പ്രശ്നം. നമ്മളിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത്. നമ്മളിപ്പം കാമൻ ആരാണെന്ന് ആൾക്കാർ. കാമൻ ഒരു ദേവനാണ്. അപ്പോൾ ഈ പൂരത്തിൻ്റെ പിന്നിൽ ഒരു കഥ, കാമദേവനുമായി ബന്ധപ്പെട്ട കഥ വെച്ചാൽ ശിവപുരാണത്തിലുള്ള കഥയാണ്. ശിവന്റെ, അതായത് സതി ജീവത്യാഗം ചെയ്യുന്നു. അതിനുശേഷം ശിവൻ തപസ്സിലേക്ക് പോവുകയാണ്. ശിവൻ തപസ്സിലേക്ക് പോകുന്ന സമയത്ത് താരകാസുരൻ എന്നൊരു അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ഒരു വരം വരികയാണ്. ശിവപുത്രന് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ. അങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ആസുരികമായ പ്രവണതകൾ മൊത്തം വ്യാപിക്കുകയാണ്. ആ സമയത്താണ് എങ്ങനെയെങ്കിലും ശിവന്റെ തപസ്സിനെ ഭംഗം വരുത്തിക്കൊണ്ട് സതി പുനർജനിച്ചിരിക്കുകയാണ് വീണ്ടും പാർവതിയെ. അപ്പോൾ പാർവതിയും ശിവനും തമ്മിലുള്ള വിവാഹം നടക്കണം. അപ്പം അങ്ങനെ എല്ലാ ദേവഗണങ്ങളും കൂടിയിട്ട് തീരുമാനിച്ചു കാമദേവന് അതിന് ചാർജ് കൊടുത്തു. ദേവനാണ്. അപ്പോൾ കാമദേവൻ കൈലാസത്തിൽ പോയി വളരെ രീതിയിൽ ആ കൈലാസത്തെ മൊത്തം മാറ്റം വരുത്തി പൂക്കൾ കൊണ്ട്, അല്ലെങ്കിൽ വസന്തകാലത്തെ കൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചു. അവസാനത്തെ ദിവസമാണ് കാമദേവന്റെ ബാണങ്ങൾ, ഓരോ പുഷ്പത്തിന്റെ പേരിലാണ് ബാണങ്ങൾ. അങ്ങനെ ഓരോ ബാണങ്ങൾ അയച്ചു. 5ാമത്തെ ബാണം അയക്കുന്ന സമയത്താണ് ശിവൻ തപസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ പുറത്തു വരുന്നു. പുറത്തു വന്ന സമയത്ത് മുന്നിൽ പാർവതിയെ കണ്ടു. അപ്പം കാമദേവൻ ഒരു മരത്തിന്റെ പിന്നിലേക്ക് മാറി എന്നാണ് പറയും. അപ്പം ശിവന് മനസ്സിലായി കാമദേവനാണ് എൻ്റെ തപസ്സിന് ഭംഗം വരുത്തിയത്. മനസ്സിലായ സമയത്ത് തൃക്കണ്ണ് തുറക്കുകയാണ്. 3ാമത്തെ തൃക്കണ്ണ് അങ്ങനെ തുറന്നുകൊണ്ട് കാമദേവനെ ഭസ്മമാക്കി. അപ്പോൾ കാമദേവൻ ഇല്ലാതോടൊപ്പം സ്നേഹവും അതുപോലെ തന്നെ പ്രണയം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായ സ്നേഹം എന്ന വികാരം ഇല്ലാതായി. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ദേവന്മാരെല്ലാം കൂടിയിട്ട് വീണ്ടും കൂടി എന്താണ് ചെയ്യുക? അപ്പോൾ പറഞ്ഞു വിഷ്ണു ഭഗവാനെ പോയി കണ്ടു. ഈ ഒരു സമസ്യക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം വെച്ചാൽ ഭൂമിയിൽ സ്നേഹം എന്നുള്ള വികാരം നഷ്ടപ്പെട്ടു പോയി. ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വൈരാഗ്യമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ഈ സ്നേഹത്തെ പുനർജനിക്കുക കാമദേവൻ പുനർജനിച്ചേ മതിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, നിങ്ങൾ മീനമാസത്തിൽ ഇന്ന ദിവസം മുതൽ പൂക്കൾ കൊണ്ട്, നമ്മളിപ്പോൾ മണ്ണ് കൊണ്ടാണ് കാമനെ ഉണ്ടാക്കിയത്, പൂക്കൾ കൊണ്ട് നിങ്ങൾ കാമനി ഉണ്ടാക്കുക. പൂക്കൾ കൊണ്ട്, കാരണം പൂക്കൾ കൊണ്ട് കാമനി ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പൂജ ചെയ്യാം. അങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് മീനമാസത്തിലെ പൂരം നാളാകുന്ന സമയത്ത് കാമദേവൻ പുനർജനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവഗണങ്ങളെല്ലാവരും കൂടിയിട്ട് കാമദേവനെ പുനർജന്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഓരോ ദിവസം പൂക്കൾ, അതുകൊണ്ടാണ് നമ്മൾ പൂക്കൾ കൊണ്ട് കാമദേവനെ, നമ്മൾ ഇവിടെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ദേവന്മാർ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, അവർ പൂ കൊണ്ടാണ് ഉണ്ടാക്കിയത്. വ്യത്യസ്തമായ പൂവുകൾ കൊണ്ട് കാമന്റെ രൂപം ഉണ്ടാക്കി ഓരോ ദിവസം അങ്ങനെ കാമദേവന്റെ പുനർജന്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പൂജ ചെയ്തു. അങ്ങനെ അവസാന ദിവസം പൂരം നാളിൽ, പൂരം നാളാണ്, പൂരം നാളിൽ കാമദേവൻ വീണ്ടും പുനർജനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ, സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഉത്സവം. ഹിന്ദുവിൻ്റെ ഏത് ആഘോഷം എടുത്താലും ഏത് ആചരണം എടുത്താലും അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായി നിൽക്കുന്ന, വളരെ രീതിയിൽ എന്തിനാണ് എന്ന് ഉള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെങ്കിൽ പലർക്കും അത് അറിയില്ല എന്നതാണ്. ഏത് ആഘോഷം ഏത് ഉത്സവം എടുത്താൽ അതിൻ്റെ പിന്നിൽ പൗരാണികമായ ഒരു കഥയുണ്ടാവും. ആ കഥയുടെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, കണ്ണൂർ ജില്ലയിൽ ഇങ്ങോട്ട് മാത്രമാണ്, ഈ പ്രദേശത്ത് മാത്രമാണ് ഈ ആഘോഷത്തിന് അത്ര പ്രസക്തിയില്ല. ക്ഷേത്രങ്ങൾ മാത്രം ഒതുങ്ങുന്നു. പക്ഷെ പയ്യന്നൂർ അങ്ങോട്ട് എല്ലാ വീടുകളിലും വളരെ രീതിയിൽ 7 ദിവസത്തെ വ്രതത്തോടു കൂടിയിട്ട് തന്നെയാണ് ഓരോ വീട്ടിലും. നമ്മളിത് ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് പയ്യന്നൂർ ഭാഗത്ത് പല വീടുകളിൽ വളരെ രീതിയിൽ ഈ ഒരു ഉത്സവത്തെ കൊണ്ടാടുകയാണ്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സന്ദേശം നമ്മൾ ഇപ്പം ഈ ഒരു ഉത്സവം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പേര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേർന്നത്, ഇത്രയും ആൾക്കാർ ചേർന്നു. അപ്പോൾ സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹോത്സവമായിട്ട് നമുക്ക് ഈ പൂരത്തെ കാണാം. പല ക്ഷേത്രങ്ങൾ, നമ്മൾ തൊട്ടടുത്തുള്ള ഇവിടെ മൃദംഗശൈലേശ്വര അമ്പലത്തിലൊക്കെ 10 ദിവസത്തെ പരിപാടിയാണ്. ചില സ്ഥലങ്ങളിൽ 10 ദിവസമായിട്ടും ചില സ്ഥലങ്ങളിൽ 7 ദിവസമായിട്ടും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. നായിക്കാല് പോലുള്ള ദേവീക്ഷേത്രത്തിൽ, കാരണം വെച്ചാൽ ദേവീക്ഷേത്രത്തിൽ ഇവിടെ 10 ദിവസത്തെ ആഘോഷം, മാമാനിക്കുന്ന്, അങ്ങനെ ദേവീക്ഷേത്രങ്ങളാണ് പ്രാധാന്യമായിട്ട് ഈ ഉത്സവം നടത്തി വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആഘോഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ. കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്തിനാണ് നമ്മൾ പലപ്പോഴും നമ്മളിപ്പം കിടക്കുന്ന സമയത്ത് നമ്മൾ പോകില്ല, നമ്മൾ പരിപാടി കാണാൻ മാത്രം പോകും. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ
വിളിച്ചില്ല.